ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നേരെ അടുക്കളയിലോട്ടാണ് പോകാറ്. എന്താ കഴിക്കാനുള്ളതെന്ന് അറിയാൻ. ചേച്ചി നാളത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവരയ്ക്കും തിരക്കിലായിരുന്നു കേട്ടോ. പക്ഷെ അടുപ്പിൽ നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മുട്ടക്കറി ഇങ്ങനെ കറുത്ത് നല്ല മുട്ടയ്ക്ക് അതിലിങ്ങനെ മുങ്ങി നല്ല അസലായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ കണ്ണേട്ടൻ TV കാണുന്നുണ്ട്. കണ്ണേട്ടൻ ഇന്നും ലീവാണ് കേട്ടോ. പാവം ഞാൻ 1-2 ദിവസമായിട്ട് ഒറ്റയ്ക്കാണ് പോകുന്നത്. നാളെയും ഒറ്റയ്ക്ക് തന്നെ പോകണം. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തൊട്ട് ഞാനും കണ്ണേട്ടനും ഒരുമിച്ചാവും. അപ്പോഴേക്കും കണ്ണേട്ടൻ്റെ ലീവ് കഴിയും. കാരണം കണ്ണേട്ടന് കുറേ പെൻഡിങ് ലീവ്സ് തീർക്കാനുണ്ടായിരുന്നു ഡിസംബർ തീരുന്നതിന് മുമ്പേ. അതൊക്കെ എടുത്തിങ്ങനെ വീട്ടിലിരുന്ന് അടിച്ച് പൊളിക്കുക കേട്ടോ കണ്ണേട്ടൻ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്കൊരു ആന തിന്നാനുള്ള വിശപ്പുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ. അപ്പം നല്ല അടിപൊളി ചപ്പാത്തിയും നല്ല മുട്ടക്കറിയും ഉണ്ട്. ഇത് കണ്ടപ്പോൾ വിശപ്പ് കൂടിയതേ ഉള്ളൂ കേട്ടോ. എത്രയും പെട്ടെന്ന് കഴിക്കാനിരിക്കണമെന്ന് ഒറ്റയൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് കഴിക്കാനായിട്ട് വന്നിരുന്നു. പാത്രത്തിലേക്ക് ചപ്പാത്തി വിളമ്പി അതിൻ്റെ മുകളിലേക്ക് നല്ല സൂപ്പർ മുട്ടക്കറി ഇങ്ങനെ ഒഴിച്ച്. എനിക്ക് ശരിക്കും ഒരുപാട് കറി കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ദോശയും ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ ആണെങ്കിൽ കറിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ കഴിച്ചു തുടങ്ങട്ടെ. ഒന്നും പറയാനില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. നമ്മൾ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ കൈ കയറി പിടിച്ചാലോ? അതായിപ്പോൾ എൻ്റെ നന്ദൂട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവൻ ഞാൻ ചപ്പാത്തി വായി വെക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൈ പിടിച്ച് വലിക്കും. എന്തായാലും സംഗതി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, രാവിലെ ഇഡ്ഡലി ഉപ്പുമാവൊക്കെ ഞാൻ കഴിക്കത്തില്ല കേട്ടോ. എന്താ അറിയോ, ഞാൻ നേഴ്സിംഗ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, ഇഡ്ഡലി ഉപ്പുമാവും ഞാൻ ശരിക്കും വെറുത്തുപോയി. അപ്പോൾ ഇഡ്ഡലി ഉള്ള ദിവസം ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചായക്കടയുണ്ട്. അവിടെ നല്ല ചൂട് പൊറോട്ടയും മുട്ടക്കറിയും കിട്ടും. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണേ. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിലോ സൂപ്പറായിരിക്കും. അപ്പോൾ അന്നൊക്കെ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, ഇഡ്ഡലി ഉള്ള ദിവസം ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ കടയിൽ നിന്ന് രാവിലെ പോകുമ്പോൾ നല്ല ചൂട് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും. എന്തൊരു ടേസ്റ്റായിരുന്നറിയാമോ അതൊക്കെ. പിന്നെ അന്നുണ്ടല്ലോ, എന്ത് കഴിച്ചു കഴിഞ്ഞാലും വണ്ണം വെക്കത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. ഇപ്പം പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം കുറ്റബോധമായിരിക്കും. ഇതെല്ലാം കഴിച്ച് എനിക്ക് പിന്നെയും വണ്ണം കൂടിയല്ലോ എന്ന്. അപ്പം ശരി, ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ. ഇനി ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.